എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലൂടെയുള്ള യാത്ര തുടരുന്നു. അഴകൊടു ഭാരതയുദ്ധമദ്രിയിന്മേൽ മുഴുചെവിയൻ മുറികൊമ്പുകൊണ്ടു മുന്നം എഴുതി നിറച്ചെളിയോർക്കിണങ്ങി നിൽക്കും മുഴുമുതലാകിയ മൂർത്തി കാത്തുകൊള്ളുക. അരുമറ നാലുമൊരിക്കലോതി മുന്നം കരിമുകിൽ വർണ്ണനു പങ്കു ചെയ്തു നൽകി പരമതു വള്ളുവർ നാവിലും മൊഴിഞ്ഞ പരിമള ഭാരതി കാത്തുകൊള്ളുക നിത്യം. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഹരിയോ. നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലൂടെയുള്ള യാത്രയിലാണ്. ഭഗവത്ഗീതയിലെ പ്രഥമ അധ്യായമായ അർജുന വിഷാദയോഗം എന്ന അധ്യായത്തിലെ 39-ാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ ദിവസം പഠിച്ചത്. അർജുനൻ ഭഗവാനോട് ചില കാര്യങ്ങൾ പറയുന്നു. ജനാർദ്ദന, ലോഭാവേശം കൊണ്ട് ഇവർ ബന്ധുഹിംസയിലും സുഹൃത്തുക്കളോട് പൊരുതുന്നതിലും ദോഷം കാണുന്നില്ലെങ്കിലും കുലക്ഷയത്തിൽ നിന്നുണ്ടാകാവുന്ന ആപത്തുകളെക്കുറിച്ചുള്ള നമ്മൾ, ആ ആപത്തുകളെക്കുറിച്ച് അറിവുള്ള നമ്മൾ ഈ പാപകർമ്മങ്ങൾ എന്തിനു വ്യാപൃതരാകണം? പിന്നെയും തുടരുകയാണ് അർജുനൻ. വംശം നശിക്കുന്നതോടുകൂടി ഏറെക്കാലമായി പുലർത്തിപ്പോന്ന കുലധർമ്മങ്ങൾ നശിക്കുന്നു. കുലക്ഷയെ പ്രണശ്യന്തി കുലധർമ്മ സനാതനാഹ ധർമ്മേ നഷ്ടേ കുലം കൃഷ്ണം അധർമ്മോ അഭിഭത്യുത. അതായത് അതുകൊണ്ട് വംശത്തിൽ ശേഷിക്കുന്നവർ അധാർമിക കൃത്യങ്ങളിൽ ഏർപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയത്, അല്ലേ? ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ കുലധർമ്മം നശിക്കുന്നു. കുലധർമ്മം നശിച്ചാൽ കുലക്ഷയം ഉണ്ടായാൽ കുലധർമ്മം നശിക്കുന്നു. കുലധർമ്മം നശിച്ചാൽ എന്താകുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് അർജുനൻ തുടർന്നും പറയുകയാണ്. അധർമാഭിഭവാത്, അതെ, അധർമാഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രീയഃ സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയ ജായത്തെ വർണ്ണസങ്കരഃ. അല്ലേ? അധർമാഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രീയഃ സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയ ജായതേ വർണ്ണസങ്കരഃ. നല്ലൊരു കാര്യമാണ്, അല്ലയോ കൃഷ്ണ? അധർമാഭിഭവാത്, അധാർമികതയ്ക്ക് അധീനപ്പെട്ട് കുലസ്ത്രീകൾ പ്രദുഷ്യന്തി ദുഷിക്കുന്നു. സ്ത്രീഷു ദുഷ്ടാസു, സ്ത്രീകൾ ചീത്തയാവുമ്പോൾ വാർഷ്ണേയ, ഹേ വൃഷ്ണിവംശജ നാരായണ, വർണ്ണസങ്കരഃ അനഭിമത ജനനം ജായതേ ഉണ്ടാകുന്നു. സ്ത്രീ ദുഷിച്ചാൽ കുടുംബത്തിൽ അനഭിമത ജനനം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ കൂടുതൽ വിസ്തരിക്കേണ്ട കാര്യമില്ല. കുലത്തിൽ അധർമ്മം മുന്നിട്ട് നിന്നാൽ സ്ത്രീകൾ ദുഷിച്ചു പോകും. അല്ലയോ വൃഷ്ണികുലത്തിൽ പിറന്നവനെ, സ്ത്രീത്വം ദുഷിച്ചാൽ ആർക്കും വേണ്ടാത്ത കുട്ടികൾ ജനിക്കുന്നു. ഒരു സംസ്കാരത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട വസ്തുവാണ് ആ സ്ത്രീ. സാംസ്കാരിക പൈതൃകം ഉൾക്കൊള്ളുന്ന ഏത് വിഭാഗത്തിൻ്റെയും ഏറ്റവും ആരാധിക്കേണ്ട, ബഹുമാനിക്കേണ്ട, പൂജിക്കേണ്ട, സംരക്ഷിക്കപ്പെടേണ്ടതാണ് സ്ത്രീത്വം. ആ സ്ത്രീ ദുഷിച്ചാൽ ഒരു കുടുംബം തന്നെ ദുഷിക്കുന്നു. ജായതേ വർണ്ണസങ്കര എന്നാണ് ഭഗവാൻ പറഞ്ഞാണ്, ഞാൻ പറഞ്ഞല്ല. അത്രമാത്രം സംരക്ഷിക്കപ്പെടേണ്ട വസ്തുവാണ് സ്ത്രീത്വം. ഭാരതം സ്ത്രീത്വത്തിന് അത്രമാത്രം വില നൽകിയിട്ടുണ്ട്. അപ്രകാരമുള്ള സ്ത്രീത്വത്തെയാണ് കേരളത്തിലിപ്പോൾ നിരന്തരം അപമാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ ഭരണസിരാകേന്ദ്രത്തിലെ ബ്യൂറോക്രാറ്റുകളിൽ ഏറ്റവും പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന ചീഫ് സെക്രട്ടറി പറയുന്നു, നിറത്തിൻ്റെ പേരിൽ എനിക്ക്
അപമാനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. നിറത്തിൻ്റെ പേരിൽ വിദ്യാസമ്പന്നരുടെ നാട്ടിൽ സ്ത്രീത്വത്തെ മാറട്ടെ. മയക്കുമരുന്നിൻ്റെ പുതിയ ബിസിനസ്സിൽ ഇന്നലെ കോഴിക്കോട്ട് വാർത്തകളിൽ കാണാൻ കഴിയുന്നു, സിറിഞ്ച് പരസ്പരം ഉപയോഗിച്ച 17 പേർക്ക് HIV ആണ്. അമ്മയെ അടിച്ചു കൊല്ലുന്ന മകന് വേണ്ടി വാതിൽ തുറക്കാൻ ഭയപ്പെടുന്ന മാതാവ്. അതൊക്കെയായി കേരളം മാറുമ്പോഴും, നാർക്കോട്ടിക് ഹബ്ബായി കേരളം മാറുമ്പോഴും അതിലൊന്നും വിഷമമില്ലാത്തവൻ 2002 ഫെബ്രുവരി 27 നടന്ന ഒരു മഹാവിപത്തിനെ വീണ്ടും മനുഷ്യ മനസ്സിലേക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിപത്തുകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. നടക്കുന്ന വിപത്തുകൾക്ക് പരിഹാരം തേടുകയല്ല, എല്ലാം കഴിഞ്ഞ് കാലം മറന്ന വ്രണങ്ങളിൽ വീണ്ടും അത് വ്രണങ്ങളാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ തെളിവുകളാണ് ഇപ്പോഴും നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, ഒരു സിനിമ കൊണ്ട് ഒന്നും സനാതനധർമ്മത്തെയോ ഒരു സംസ്കാരത്തെയോ ഇല്ലാതാക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല എന്ന് ഈ ബുദ്ധി ഇല്ലാത്ത കഴുതകൾക്ക് എന്താ പറയുക, ഇല്ലേ? ഒരു സിനിമയൊന്നും സമൂഹത്തിൽ വലിയ സ്വാധീനം സൃഷ്ടിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടില്ല. പക്ഷെ എന്നിട്ടും ഇവിടെ സമാധാനത്തോടെ ശാന്തിയോടെ കഴിഞ്ഞ ഏതാണ്ട് 10 വർഷങ്ങളിലേറെയായി സമാധാനത്തോടെ വലിയ ബോംബ് സ്ഫോടനങ്ങളും പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ കഴിയുന്ന ഒരു രാഷ്ട്രത്തിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ, ആ വ്രണങ്ങളിൽ നമ്മൾ പറയത്തില്ല എരുതിയിൽ എണ്ണ ഒഴിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുക, നമ്മുടെ മുൻപിൽ നടക്കുന്ന സംഭവങ്ങളെ നമ്മൾ കണ്ടില്ലെന്ന് അടിച്ചുകൊണ്ടാണ് കഴിഞ്ഞുപോയ സംഭവങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ സ്ത്രീ ദുഷിച്ചാൽ എന്താ സംഭവിക്കുന്നത്? വാർഷ്ണേയ ജായതേ വർണ്ണസങ്കരഹ. സിനിമാ ലോകത്ത് നടന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഭാരതീയ സ്ത്രീത്വത്തിന് എത്ര വില കൽപ്പിക്കുന്നുണ്ടെന്ന്, അതിൻ്റെ പരിണിത ഫലവും അതിൽ നമ്മൾ സംഭവിച്ച കേസുകളും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ആർക്കും പറയാനും കേൾക്കാനും ഒന്നും ഇല്ലെങ്കിലും അതൊക്കെ വീണ്ടും ചർച്ച ചെയ്യപ്പെടും. സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയ ജായതേ വർണ്ണസങ്കര. സമൂഹത്തിൽ സജ്ജനങ്ങൾ കൂടുതലുണ്ടാവണം. സനാതനധർമ്മം എന്നും പ്രതീക്ഷിക്കുന്ന അതാണ്. അത് ജീവിതത്തിൻ്റെ സമാധാനത്തിനും ഐശ്വര്യത്തിനും ആത്മീയ വിശ്വാസത്തിനും രാഷ്ട്രത്തിൻ്റെ ഏകതയ്ക്കും അഖണ്ഡതയ്ക്കും സംസ്കാരത്തിൻ്റെ ഉന്നതിക്കും അത് കാരണമാകുന്നു. രാജ്യത്തിൻ്റെയും ജനതയുടെയും പൊതുവായ ആത്മീയോത്കർഷത്തിന് വേണ്ടി സമൂഹത്തിൽ സജ്ജനങ്ങൾക്ക് പ്രാമുഖ്യമുണ്ടാകത്തക്ക വിധത്തിൽ രൂപീകരിക്കപ്പെട്ടവയാണ് വർണ്ണാശ്രമത്തിൻ്റെ വ്യവസ്ഥകൾ. അത്തരം ഒരു സമൂഹം അതിലെ സ്ത്രീകളുടെ ചാരിത്രത്തെയും വിശ്വാസത്തെയും ആശ്രയിച്ച് നിലനിൽക്കുന്നു. സ്ത്രീയിൽ സർവവും സമർപ്പിക്കുന്നു സംസ്കാരത്തിൻ്റെ. ഏതൊരു നിമിഷമാണോ നമ്മൾ അണുകുടുംബത്തിൻ്റെ ഭാഗമായത്, ഏതൊരു നിമിഷമാണോ അപ്പൂപ്പന്മാരുടെ കയ്യിലെ ചൂരൽവെടിയും അമ്മുമ്മയുടെ കയ്യിലെ തവിക്കടയും നിശ്ചലമായത്, അതുപോലെ തന്നെ ഏതൊരു നിമിഷമാണോ അധ്യാപകരുടെ കയ്യിലെ ചൂരൽവെടി താഴെ വയ്ക്കപ്പെട്ടത്, ആ നിമിഷം വരാൻ പോകുന്ന തലമുറയ്ക്കുള്ള അന്ത്യകൂദാശ നമ്മൾ നൽകുകയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതാണിന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നേരിടാത്തതും കേരളം നേരിടുന്നതുമായ പ്രശ്നങ്ങൾ. കൂട്ടുകുടുംബ വ്യവസ്ഥയിലൂടെ സമൂഹത്തെ ശക്തിപ്പെടുത്തി കൊണ്ടുപോകുന്ന, വീടിനെ ശക്തിപ്പെടുത്തി, വീടിലൂടെ സമൂഹത്തിലൂടെ രാഷ്ട്രത്തെ ശക്തിപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു സാംസ്കാരിക പൈതൃകം അണുകുടുംബങ്ങളിലൂടെ നഷ്ടപ്പെട്ടു. സ്വന്തം മാതാപിതാക്കൾക്ക് എത്രയും അകലാൻ ശ്രമിക്കുന്നോ അത്രത്തോളം നമ്മുടെ അടുത്ത തലമുറയെ നമ്മൾ നശിപ്പിക്കുകയായിരുന്നു എന്ന സത്യം കൂടി ഇവിടെ ഓർമ്മിക്കുകയാണ്. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. സങ്കരഹ നരകായ ഏവ നരകായൈവ കുലജ്ഞാനാം കുലസ്യച പതന്തി പിതരോ ഹേഷാം പിതരഃ
ഹി ഏഷം ഹി ഏഷാം എന്നുവെച്ചാൽ ഹേഷാം ലുപ്തപിണ്ഡോദകക്രിയ സങ്കരഃ നരകായ ഏവ കുലജ്ഞാനാം കുലസ്യ ച പതന്തി പിതരഃ ഹി ഏഷാം ലുപ്തപിണ്ഡോദകക്രിയ. സങ്കരഃ മിശ്രസഞ്ചതി, സങ്കരസന്തതി, കുലജ്ഞാനാം കുലം മുടിച്ചവർക്കും, കുലസ്യ ച കുലത്തിനും, നരകായേവ നരകത്തിനായി തന്നെ ഭവിക്കുന്നു. ഹി നിശ്ചയമായും ഏഷം ഹേഷാം ഇവരുടെ പിതരഹ പിതൃക്കൾ ലുപ്തപിണ്ഡോദകക്രിയ പിണ്ഡവും ഉദകക്രിയയും മുടങ്ങിയവരായിട്ട് പതന്തി ഭവിക്കുന്നു. പിതൃക്കൾക്ക് പോലും. കാരണം സ്ത്രീ ദുഷിച്ചാൽ സങ്കരങ്ങൾ ഉണ്ടാവും. അങ്ങനെ സങ്കരങ്ങൾ ഉണ്ടായാൽ എന്താ സംഭവിക്കുന്നത്? അച്ഛന് മകൻ ചെയ്യേണ്ട കർമ്മം അച്ഛൻ്റെ ഭാര്യയുടെ മകൻ ചെയ്യുന്നതായി മാറും. ഇതാ ലുപ്തപിണ്ഡോദകക്രിയ. ആവശ്യമില്ലാത്ത ജനവർദ്ധനയുണ്ടായാൽ കുടുംബങ്ങൾക്കും കുലപാരമ്പര്യങ്ങൾക്കും കളഞ്ഞു കുളിച്ചവർക്കും ജീവിതം നരകതുല്യമാകുന്നു. അധപ്പതിച്ച കുടുംബങ്ങളിലെ പിതൃക്കൾ കാലം തോറും പിണ്ഡമോ ഉദകക്രിയയോ കിട്ടായികയാൽ അധപ്പതിക്കും. അർജുന വിഭാവനം ചെയ്യുന്നതാണിത്. അർജുനനെ പോലെ ഒരു സജ്ജനാണ് ഇത് വിഭാവനം ചെയ്യുന്നത്. ശങ്കരോ നരകായൈവ കുലജ്ഞാനാം കുലസ്യജ പതന്തി പിതരോ ഹ്യേഷാം ലുപ്തപിണ്ഡോദകക്രിയ. അടുത്ത എന്താണ്? ദോഷൈഹി ഏതൈഹി കുലജ്ഞാനാം വർണ്ണസങ്കരകാരകൈഹി ഉത്സാദ്യതേ ജാതി ധർമാഃ കുലധർമാഃ ച ശാശ്വതാഃ. എന്താണ്? ദോഷൈഹി ഏതൈഹി കുലജ്ഞാനാം വർണ്ണസങ്കരകാരകൈഹി ഉത്സാദ്യതേ ജാതിധർമാഃ കുലധർമാഃ ച ശാശ്വതാഃ. ദോഷൈരേതൈ കുലജ്ഞാനാം വർണ്ണസങ്കരകാരകൈ ഉത്സാദ്യതേ ജാതിധർമാഃ കുലധർമാശ്ച ശാശ്വതാഃ. വർണ്ണസങ്കരകാരകൈ ഉണ്ടാക്കുന്ന കുലജ്ഞാനാം കുലം നശിപ്പിക്കുന്നവരുടെ ഏതൈ ദോഷൈഹി ഈ ദോഷങ്ങളാൽ ശാശ്വതാഹ എന്നും നിലനിൽക്കേണ്ടുന്ന ജാതിധർമാഹ സാമൂഹ്യ മര്യാദകൾ. ജാതിധർമ്മം സാമൂഹ്യ മര്യാദകൾ, അതാണ് എൻ്റെ അർത്ഥം. കുലധർമാഹ കുലധർമ്മങ്ങളും ഉത്സാദ്യന്തേ വേരറുക്കപ്പെടുന്നു. കുടുംബ പാരമ്പര്യവും നശിക്കപ്പെടുന്നവരുടെ ദുഷ്കർമ്മങ്ങളാൽ ആർക്കും വേണ്ടാത്ത ശിശുക്കൾ ഉണ്ടാകുന്നു. തന്മൂലം എല്ലാ തരത്തിലുള്ള സാമൂഹ്യ പുരോഗമന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും പാടെ നശിച്ചു പോകുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശമൊക്കെ അതാണ്. ജനങ്ങൾക്കായുള്ള സാമൂഹ്യ പുരോഗമന പദ്ധതികളും വർണ്ണാശ്രമ ധർമ്മം അഥവാ സനാതനധർമ്മം നിർദ്ദേശിക്കുന്ന കുടുംബക്ഷേമ പ്രവർത്തനങ്ങളും എല്ലാം മനുഷ്യന്റെ ആത്യന്തിക മുക്തിയെ ലക്ഷ്യമാക്കി സ്വീകരിച്ചവയാണ്. നിരുത്തരവാദികളായ സാമൂഹ്യ നേതാക്കൾ ആ സനാതനധർമ്മ പാരമ്പര്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ദോഷൈരേതൈ കുലജ്ഞാനാം വർണ്ണസങ്കരകാരകൈ ഉത്സാദ്യതേ ജാതിധർമാഃ കുലധർമാശ്ച ശാശ്വതാഃ. ഇവിടെ കൃഷ്ണസേവനത്തിൽ മുഴുകിയ ഭക്തന്മാര് ഭക്തിഭരിതമായ ഭഗവത് സേവനം കൊണ്ട് തന്നെ ആയിരം പിതൃക്കളെ ക്ലേശമുക്തരാക്കാൻ അവർക്ക് കഴിയുമെന്ന് ഭാഗവതവും പറയുന്നു. സജ്ജനങ്ങൾക്ക് എന്താണ് കഴിയാത്തത്? ദേവർഷി ഭൂതാപ്തനൃണാം പിതൃണാം ന കിങ്കരോ നായമൃണീചരാജൻ സർവാത്മനായ ശരണം ശരണ്യം ഗതോ മുകുന്ദം പരിഹൃത്യ കർത്തം. കർത്തവ്യങ്ങളെല്ലാം ത്യജിച്ച് മുക്തിദാതാവായ മുകുന്ദന്റെ ചരണകമലങ്ങളിൽ അഭയം തേടിയവർക്ക് സർവാത്മന ഈ ഭക്തിമാർഗം സ്വീകരിച്ചവർക്ക് ദേവന്മാരോടാകട്ടെ, ഋഷികൾ, ജീവജാലങ്ങൾ, കുടുംബാംഗങ്ങൾ, പിതൃക്കൾ, മനുഷ്യർ എന്നിവരോടാകട്ടെ യാതൊരു കടപ്പാടുമില്ല. എല്ലാ ബാധ്യതകളും പരമദിവ്യോത്തമ പുരുഷനോടുള്ള ഭക്തിയുത സേവനത്താൽ സ്വയമേവ നിറവേറ്റപ്പെടുമെന്ന് ഭാഗവതം പറയും. എന്ന് പറയാനുള്ള കാരണം, നാം ചെയ്യുന്ന കർമ്മങ്ങൾ, നാം ചെയ്യുന്ന പ്രവർത്തികൾ
അത് സമൂഹത്തിനും, വീടിനും, കുടുംബത്തിനും, സമൂഹത്തിനും, സമൂഹത്തിലൂടെ രാഷ്ട്രത്തിനും ഉതകുന്നതാവണം. അത് രാഷ്ട്രത്തിൻ്റെ ബഹുസ്വരതയെ എന്നും തൃപ്തിപ്പെടുത്തുന്നതും സന്തോഷപ്പെടുത്തുന്നതുമാണ്, പുഷ്ടിപ്പെടുത്തുന്നതാവണം. മറിച്ചായാൽ അത് രാഷ്ട്രവിരുദ്ധമാണ്. ഇന്ന് നമ്മുടെ ഇടയിൽ കണ്ടുവരുന്ന സംഭവം അതാണ്. ലോകത്തിന് മുമ്പിൽ ഭാരതം ഒരു മഹാസംഭവമായി ലോകത്തിന്റെ വിശ്വഗുരുവിന്റെ സ്ഥാനത്തേക്ക് ഉയർന്നുകൊണ്ടുവരുന്നു. ഭാരതീയ സംസ്കാരം, ലോകരാഷ്ട്രങ്ങളിലെ ജനങ്ങൾ ഭാരതീയതയെ അല്ലെ സനാതനത്വത്തെ നെഞ്ചോട് ചേർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നിമിഷത്തിൽ നമ്മുടെ ഇടയിലെ 2 കീടങ്ങൾ ആ സനാതന ധർമ്മത്തെ എങ്ങനെ നശിപ്പിക്കാം, 2 3 കീടങ്ങൾ ആ സനാതന ധർമ്മത്തെ എങ്ങനെ നശിപ്പിക്കാം എന്നുള്ള തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായി നടക്കും. അതിൻ്റെയൊക്കെ കാഴ്ചപ്പാടുകളാണ് ഈ എമ്പുരാന്മാർ പ്രത്യക്ഷപ്പെടുന്നത്. ഓർത്തു വയ്ക്കുക, സംസ്കാരം, സനാതനം, അതിനെ തകർക്കാൻ ആർക്കും കഴിയില്ല. കാരണം ഈ ലോകത്തിൻ്റെ ശാന്തിയും സമാധാനവും അരക്കിട്ടുറപ്പിക്കാൻ സനാതന സംസ്കാരം മാത്രമേ കഴിയൂ. കാരണം ലോകത്തിലെ സർവ്വചരാചരങ്ങളെയും ഒന്നായി കാണുന്ന, ലോകത്തിലെ സർവ്വചരാചരങ്ങളോടും വൈരമില്ലാതെ ഒന്നായി കാണുന്ന ലോകത്തിലെ ഏക സംസ്കാരം ഭാരതീയത, സനാതന ധർമ്മമാണ്. അഹം ബ്രഹ്മാസ്മി എന്ന മന്ത്രം ഉരുവിട്ടുകൊണ്ട്, സർവഭൂതാനാം ഹിതേ എന്ന തത്വത്തെ ഉള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ട്, നവൈരം സർവഭൂതാന എന്ന സിദ്ധാന്തം മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് സമസ്ത ജീവികളെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന ഒരു മഹത്തായ സാംസ്കാരിക പാരമ്പര്യത്തെയാണ് പലരും അപമാനിക്കാൻ ശ്രമിക്കുന്നത്. ഓർത്താൽ നന്ന്, അത്രമാത്രം. ശങ്കരോ നരകായൈവ കുലജ്ഞാനാം കുലസ്യജ പതന്തി പിതരോ ഹ്യേഷാം ലുപ്തപിണ്ഡോദകക്രിയ. അവിടുന്ന് നമ്മൾ തുടങ്ങിയ അവിടെയല്ല. അധർമാഭിഭവാത് കൃഷ്ണ, അധർമാഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രീയഃ സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയ ജായതേ വർണ്ണസങ്കരഃ. ശങ്കര നരകായൈവ കുലജ്ഞാനാം കുലസ്യജ പതന്തി പിതരോ ഹ്യേഷാം ലുപ്തപിണ്ഡോദകക്രിയ. ദോഷൈരേതൈഃ കുലജ്ഞാനാം വർണ്ണസങ്കരകാരകൈഃ ഉത്സാദ്യതേ ജാതിധർമ്മ കുലധർമ്മ അച്ച ശാശ്വത. ഇങ്ങനെ ഉണ്ടാകുന്ന വർണ്ണസങ്കരങ്ങളൊന്നും വിചാരിച്ചാൽ തകരുന്നതല്ല സനാതന ധർമ്മമെന്ന് ഓർത്താൽ നന്ന്. നമുക്ക് നമ്മുടെ പാഠങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങാം. ഹരി ഓം.